മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ദിസ് ഇസ് മീ വർണിത, യുവർ ഫേവറേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ. യെസ്, അപ്പം നമുക്ക് ഓണം എക്സാം ആവാനായിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ടൈം ടേബിൾ ഒക്കെ വന്നു കഴിഞ്ഞല്ലോ. എന്നാണ് എക്സാം എന്നുള്ളതൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷ് എക്സാം എന്നാണ് 25-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ. യെസ്, അപ്പം നമ്മളെ കയ്യിൽ വെറുതെ നടന്ന് ചിലവഴിക്കാനായിട്ട് ഇനി ടൈം ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് സമയമുള്ളൂ. ഓക്കെ, പുതിയ ടെക്സ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ആണ് പഠിക്കേണ്ടതെന്നുള്ള മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ ഓടിപ്പോയിട്ട് ചാനലിൽ പോയിട്ട് ആ വീഡിയോ കാണാം കേട്ടോ. ഏതൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ലെസൺസ് ഏതൊക്കെയാണെന്നുള്ളത് ഉറപ്പായിട്ട് അതിനകത്ത് പോയി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 90% ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. സോ എൻ്റെ മക്കൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. യെസ്, അതേപോലെ തന്നെ നിങ്ങൾ എക്സാമിന് റെഡി ആയിട്ടുണ്ടെങ്കിൽ റെഡി എന്ന് കൂടെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. താങ്ക് യു നോട്ട്. എന്താണ് ഒരു താങ്ക് യു നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സോ പേരൻസ് ഒക്കെ തന്നെയും നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്. നമുക്ക് നല്ലത് വരാൻ വേണ്ടി ഒരുപാട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, പേരൻസ് ഒക്കെ അല്ലേ. യെസ്, അപ്പം അങ്ങനെ അവർ നമുക്കൊരു ഉപകാരം ചെയ്തു തന്നു വിചാരിക്കാം, നമുക്കൊരു ഹെൽപ്പ് ചെയ്തു തന്നു വിചാരിക്കാം. സോ അവരോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് മേ ബി നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും, താങ്ക് യു എന്ന് പറയും. പക്ഷെ ആ താങ്ക് യു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്കിയേ. ഒരു കാർഡ്, ചെറിയൊരു പേപ്പറിൻ്റെ അകത്ത് കുറച്ച് എന്തെങ്കിലും കളേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു താങ്ക് യു എന്നൊക്കെ എഴുതി ഒരു നോട്ട് എഴുതിയിട്ട് അത് അവർക്ക് പേരൻസിനോ ഫ്രണ്ട്സിനോ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് കൊടുത്തു നോക്കിക്കേ. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. സോ അതുപോലൊരു താങ്ക് യു നോട്ട് നമ്മുടെ കുഞ്ഞു ചിരുത ആങ്ത്വാനെറ്റിന് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ആ ഒരു താങ്ക് യു നോട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ നോക്കിടാ, കുഞ്ഞു ചിരുത ആൻഡ് ആങ്ത്വാനെറ്റ് ഹാസ് നൗ ബിക്കം ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെ. അവരെന്തായിട്ടുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. കുഞ്ഞു ചിരുത പ്ലാൻസ് ടു റൈറ്റ് എ താങ്ക് യു നോട്ട് ഫോർ ആങ്ത്വാനെറ്റ് അല്ലെ. ആങ്ത്വാനെറ്റിന് ഒരു താങ്ക് യു നോട്ട്, അതായത് നന്ദി പറഞ്ഞുകൊണ്ട് ചെറിയൊരു കാർഡ് എഴുതാൻ വേണ്ടി വിചാരിക്കാണ് കേട്ടോ. ഫോർ ബീങ് എ ഗുഡ് ഫ്രണ്ട് ആൻഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹെയർ അല്ലെ. അവളെ മനസ്സിലാക്കിയതിന് അവളുടെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്ന ഒരു താങ്ക് യു നോട്ട് എഴുതാൻ വേണ്ടി വിചാരിച്ചു. ഹെൽപ്പ് ഹെർ പ്രിപ്പയർ എ താങ്ക് യു കാർഡ്. അപ്പോൾ ഒരു താങ്ക് യു കാർഡ് എഴുതാൻ വേണ്ടി അവളെ ഹെൽപ്പ് ചെയ്യാനാണ്. ഷുഡ് ബി മെയ്ഡ് വിത്ത് കളർഫുൾ ഇല്ലസ്ട്രേഷൻസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ മേലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് വേണം എഴുതാൻ. എന്റെ കുട്ടികള് എക്സാമിന് പോകുമ്പോൾ വേറെ മറക്കാതെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഇംഗ്ലീഷ് എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് കളർ പെൻസിൽസ് കേട്ടോ, സ്കെച്ച് പെൻ കൊണ്ടുപോകരുത്. കളർ പെൻസിൽസ് എന്തെങ്കിലും ഒരു 2-3 കളർ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരയ്ക്കാനൊക്കെ ചിലപ്പം ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു താങ്ക് യു നോട്ടോ അല്ലെങ്കിൽ താങ്ക് യു കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ 1-2 കളേഴ്സ് വെറുതെ എടുത്ത് വെക്കുക. അത് സ്കെച്ച് പെൻ ആയി കഴിഞ്ഞാൽ പടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ ക്രയോൺസ് എടുത്ത് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ കളർ പെൻസിൽ എടുത്ത് വെക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഒരു താങ്ക് യു കാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് മിസ് ഓൾറെഡി പറഞ്ഞു അല്ലെ. നമ്മള് താങ്ക് യു ആണല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു താങ്ക് യു എന്നുള്ളതിനെ അല്ലെ നല്ല വലുതാക്കി തന്നെ എഴുതിക്കൂടെ നമുക്ക്. എന്താ നമ്മള്, യെസ്, താങ്ക് യു അല്ലെ. താങ്ക് യു എന്നുള്ളതിനെ നല്ല രസമുള്ള, നിങ്ങൾക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗിലൊക്കെ എഴുതാൻ അറിയെങ്കിൽ താങ്ക് യു എന്നുള്ളതിനെ നല്ല രീതിക്ക് എഴുതാം അല്ലെ. താങ്ക് യു എന്ന് എഴുതിയിട്ട് ആർക്കാണ് ഇത് എഴുതുന്നത്, ഒന്നെങ്കിൽ ഏറ്റവും മേലെ അല്ലെ, ഏറ്റവും മേലെ ആയിട്ട് താങ്ക് യു എന്ന് എഴുതാം. അല്ലെങ്കിൽ യെസ്, ഇപ്പൊ നമ്മൾ ആങ്ത്വാനെറ്റിൽ എഴുതുന്നത്. സോ ടു ആങ്ത്വാനെറ്റ് അല്ലെ, ടു ആങ്ത്വാനെറ്റ് എന്താണ്, താങ്ക് യു അല്ലെ, താങ്ക് യു. പിന്നെന്താണ്, ഫോർ ബീയിങ് മൈ ഗുഡ് ഫ്രണ്ട് അല്ലെ, ഫോർ ബീയിങ് മൈ ഗുഡ് ഫ്രണ്ട് ആൻഡ് ഫോർ ബിലീവിങ് ഇൻ മീ അല്ലെ, എന്നിൽ വിശ്വസിച്ചതിനും എൻ്റെ നല്ലൊരു സുഹൃത്തായതിനും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എഴുതി വെക്കാം. അപ്പം മിസ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രസം തോന്നില്ലല്ലോ. സോ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചു. നോക്കിയേ, കണ്ടോ, താങ്ക് യു കണ്ടോ, മേലെ എഴുതി വെച്ചതുണ്ടോ, താങ്ക് യു ഡിയർ ആങ്ത്വാനെറ്റ് കണ്ടോ, ഡിയർ ആങ്ത്വാനെറ്റ്. സോ ആർക്ക് വേണ്ടിയിട്ടാണ്, ആങ്ത്വാനെറ്റിന് വേണ്ടിയിട്ടാണല്ലോ. ഡിയർ ആങ്ത്വാനെറ്റ്, താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ ഗുഡ് ഫ്രണ്ട് അല്ലെ, എൻ്റെ നല്ലൊരു സുഹൃത്തായതിന് ഒരുപാട് നന്ദിയുണ്ട്. ഐ ആം സോ ഗ്ലാഡ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് അല്ലെ, നീ എന്നെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. യു ആർ ദ ബെസ്റ്റ് അല്ലെ, നീയാണ് ബെസ്റ്റ് അല്ലെ, ഏറ്റവും നല്ല കുട്ടി. അല്ലെങ്കിൽ എന്താ ഒരാൾക്ക് കിട്ടാന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആരാണ്, നീയാണ്. യുവർ ഫ്രണ്ട് കുഞ്ഞിച്ചിരുത കണ്ടോ. അപ്പം യുവർ ഫ്രണ്ട് അല്ലെ, നിന്റെ സുഹൃത്ത് കുഞ്ഞിച്ചിരുത. സോ ഇതിനകത്ത് നിങ്ങൾ കണ്ടോ
താങ്ക് യു എന്ന് നമ്മൾ വലിയ രീതിയിലല്ലേ നല്ല വലുതാക്കി തന്നെ നമ്മളൊരു താങ്ക് യു എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കണ്ടോ ഡിയർ ഓങ്തോനെറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്? അപ്പൊ അത് ഡിയർ ഓങ്തോനെറ്റിനാണ്. പിന്നെ നമ്മൾ ആ ഒരു താങ്ക് യു നോട്ട് എഴുതുകയാണ് അല്ലേ, നല്ല ഫ്രണ്ട് ആയത് നന്ദി, താങ്ക് യു ഫോർ ബീങ് സച്ച് എ ഗുഡ് ഫ്രണ്ട്, ഐ ആം സോ ഗ്ലാഡ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്, നീ എന്നെ മനസ്സിലാക്കുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, യു ആർ ദ ബെസ്റ്റ്, നീയാണ് അല്ലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് എന്ന് പറഞ്ഞു. ലാസ്റ്റ് കണ്ടോ ഡിയർ കുഞ്ഞിച്ചിരുത. സോ ഇങ്ങനെയാണ് ഒരു താങ്ക് യു നോട്ട് എഴുതേണ്ടത്. അത് മാത്രമാണോ നോക്കിയേ, ഇവിടെ കണ്ടോ നല്ല പടങ്ങളൊക്കെ വരച്ച് വെച്ചത് കണ്ടോ. യെസ്, നല്ല രസത്തിൽ നല്ല പടങ്ങളൊക്കെ അല്ലെ, പൂക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ഇമേജസ് ഒക്കെ വരച്ചിട്ട് അതിനെ കാണാൻ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് വെക്കുക കേട്ടോ. താങ്ക് യു നോട്ട്, അതായത് ഇങ്ങനെ താങ്ക് യു കാർഡ് അല്ലെങ്കിൽ താങ്ക് യു നോട്ട് ചിലപ്പോൾ നിങ്ങളത് ചോദിക്കുന്നുണ്ടാവുക ഗ്രാറ്റിറ്റ്യൂഡ് എന്നായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ, എന്താ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചോ, എന്താണ് നന്ദി എന്നാണ്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് താങ്ക് യു എന്നായിരിക്കില്ല ഉണ്ടാവുക, ഗ്രാറ്റിറ്റ്യൂഡ് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്റെ കുട്ടികളെ പേടിക്കരുത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് ആലോചിക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, താങ്ക് യു തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇതേപോലെയുള്ള ഒരു സംഗതിയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ, ഒരു താങ്ക് യു ലെറ്റർ അല്ലെങ്കിൽ ഒരു താങ്ക് യു കാർഡ്, താങ്ക് യു നോട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ എഴുതേണ്ടതെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലായില്ലേ? യെസ്. അപ്പം ഇനി ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യട്ടോ, മിസ്സേ എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും വേണം, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ മക്കളെ നമ്മുടെ ഓണം സ്പെഷ്യൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ആ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്തേ. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് നോട്ട്സ്, നമ്മുടെ എജ്യൂപോർട്ടിൽ കിട്ടുന്ന എല്ലാ നോട്ട്സും അതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നതാണ് കേട്ടോ. സോ ആ കമ്മ്യൂണിറ്റി നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുകയാണ് ചെയ്യുക. അതിലൊന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. യെസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓണം എക്സാമിന് റെഡി ആവുകയാണെന്നാണ് മിസ്സിന് തോന്നുന്നത്. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക. നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.